ഹലോ നമസ്കാരമുണ്ട്. ഞാനിന്ന് എൻ്റെ യൂട്യൂബിൽ ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ ശാന്തകുമാരി കുവൈറ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നവകേരള സദസ്സിൽ പാലക്കാട് എത്തിയപ്പോൾ ആരോ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. പാലക്കാട് എലപ്പുള്ളിയിൽ ബീവറേജിലേക്ക് മദ്യം കിട്ടാൻ ഭയങ്കര പാടാണെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പരിഹാരം ഇപ്പോൾ സർക്കാർ കണ്ടിട്ടുണ്ട്. കൂടുതൽ കൗണ്ടറുകൾ തുറക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ നമ്മളുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി നമ്മളുടെ കേരളത്തിനെ കെട്ടുകുട്ടിച്ചോരാക്കി ഓരോ വീട്ടിലത്തെ കക്ഷി ആണുങ്ങളിനെയും അതായത് നശിപ്പിക്കുക, എങ്ങനെയെങ്കിലും കുടുംബത്തിനെ ഇല്ലാതാക്കുക, ജനങ്ങളെ കുറയ്ക്കുക. കള്ളു കുടിച്ച് ഇവർ ഓരോ അസുഖങ്ങൾ പിടിവണ്ണ് ഇവർ ആശുപത്രികളിൽ പോകുമ്പോൾ അവർക്ക് കുറേ കാശും കിട്ടും. അപ്പോൾ ഈ സർക്കാർ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് മനുഷ്യന്മാരെ കുടിപ്പിച്ച് കിടത്തുക, കുടിപ്പിച്ച് അവരുടെ ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാം അടിച്ചുപോയി അവരുടെ കുടുംബം തർപ്പണമാക്കുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വ്യത്യാസമല്ലല്ലോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ഇവർ ഈ ചെയ്തത് ഇനിയുള്ള ഈ വരവിൽ, ഇനി അടുത്ത വരവിൽ ഇവർ നിങ്ങളെല്ലാവരും കയറ്റിയിരുത്തി ഇനിയും നിങ്ങൾ ഇവരിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഈ ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇനി നമ്മുടെ കുടുംബങ്ങളിലുള്ള ആണുങ്ങൾ പെട്ടെന്ന് ഇവർ മരിച്ചു പോകും. കാരണം ഇവർ സമ്പാദിക്കുന്ന പൈസ കുടിക്കാൻ വേണ്ടി ഒരു പങ്ക്, കുടുംബം നോക്കില്ല, മക്കളെ നോക്കില്ല, പണിക്ക് പോവില്ല, കട്ടിട്ടും പിടിച്ചു പറിയും, കക്കലും കൊള്ളയടിയും ഇനിയും കൂടും. കാരണം കള്ളുകുടിയന്മാർക്ക് ആ കുടിക്കുന്ന സമയം എത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിൽ ഞാനും ഒരു അനുഭവസ്ഥയാണ്. എൻ്റെ കുടുംബത്തിലും അതുപോലെ ഉണ്ട്. അപ്പോൾ ഓരോ കുടുംബത്തിലും ഇത് ഇങ്ങനെ ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി AK ആൻ്റണി ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ തുച്ഛമായ ബീവറേജുകളും ബാറുകളും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ അവരുടെ ഖജാനയിൽ പൈസ നിറയ്ക്കാൻ വേണ്ടി ഈ കള്ളുകുടിച്ച് സമൂഹത്തിന് കേടുവരുത്തുന്ന ഒരു സാധനത്തിന് നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് ഭക്ഷണത്തിനുള്ള അരിക്കും മറ്റുള്ള പലചരക്ക് സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടിയിട്ട് സുലഭമായി കിട്ടുന്ന ബീവറേജുകളിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സമയവും ഇനിയിപ്പോൾ രാത്രി 11-12 മണി വരെ ഉണ്ടാകുമെന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം ഇനി ഒരിക്കലും കരകയറി നമ്മൾ ജീവിക്കും എന്ന് ഉണ്ടാവില്ല. ഇനി കുടുംബങ്ങളിൽ സ്ത്രീകളാണ് ഇനി കുടുംബം നോക്കി ജോലിക്ക് പോയി കുടുംബം നോക്കി ഈ കള്ളുകുടിയന്മാരായ കെട്ടിയന്മാർക്ക് ചോറും കൊടുത്ത് അവരിനെ കള്ളുകുടിക്കാനും ആക്കിയിട്ട് ഇരുത്തേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത്. ഇതുകൊണ്ട് കേരളത്തിൽ നേട്ടം ഉണ്ടാക്കാൻ നമ്മുടെ നികുതിപ്പണവും ഇതുപോലെ ബീവറേജുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സർക്കാർ ഉണ്ടാക്കുന്ന പൈസ അവരിൻ്റെ കുടുംബം നേരാക്കാൻ വേണ്ടിയിട്ടും, എന്നാൽ ഇത് അനുവദിക്കുന്ന മന്ത്രി കുടിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവരിൻ്റെ കുടുംബത്തിലുള്ളവർ ഇത് കഴിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആൾക്കാർ ഇത് കഴിച്ച് ചാകുന്നുണ്ടോ? ഇത് ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരല്ലേ വിഷത്തെ വാങ്ങി കുടിച്ച് അവനവൻ്റെ ജീവിതത്തിനെ നശിപ്പിക്കുന്നത്. അല്ല, അവരതിന് വാങ്ങിച്ച് കുടിക്കാൻ പറയുന്നില്ല, അത് ഒരു വശത്തിലുണ്ടല്ലോ അവർ അത് അവരുടെ ഇത് നിറയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നടക്കുന്നവർ വാങ്ങി കുടിച്ച് പാതയോരത്ത് കിടക്കുക, നട റോട്ടിൽ കിടക്കുക. എന്താ നമ്മുടെ കേരളത്തിൽ, കേരളം എന്നല്ല നമ്മുടെ പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ ഇനി എന്താ നമ്മുടെ ഇന്ത്യ നശിക്കാൻ ബാക്കിയുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? നശിച്ച് കുട്ടിക്കൊച്ചവരായി പോയിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യയിൽ എന്ത് അഭിവൃദ്ധി ഉണ്ട് എന്നാണ് ജനങ്ങളെ നിങ്ങളൊക്കെ പറയുന്നത്? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയും അവരുടെ മക്കളും രാത്രിയായാൽ സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? ഭർത്താവ് കുടികാരൻ, അല്ലെങ്കിൽ മക്കൾ കുടികാരൻ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങൾ, കടം പ്രശ്നങ്ങൾ, സാധനങ്ങൾക്കുള്ള വിലക്കയറ്റ പ്രശ്നങ്ങൾ, എത്ര സമ്പാദിച്ചാലും കാണാത്ത ഇത്. അത് കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എന്ത് സമ്പാദിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. നമ്മുടെ മക്കൾ കേടുവന്ന് നശിച്ച് നാരായണക്കല്ല് കുത്തി പോവുകയുള്ളൂ.
അത് കാരണം കഴിയുന്നതും ചെറുപ്പക്കാരികളും വെളിരാജ്യത്ത് പോയിട്ട് ജീവിച്ച് അവരുടെ ജീവിതം അടിച്ചു പൊളിച്ച് അവർ ജീവിക്കുന്നത്. എന്താ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ കേരള സർക്കാരും ഇന്ത്യയിലുമൊക്കെ. ഇനിയെങ്കിലും ദൈവം വേണ്ടി വെച്ചിട്ട് ഒരു നല്ല സർക്കാരും ഒരു നല്ല ഭരണവും നമ്മുടെ കേരളത്തിലും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുടികാരന്മാർ പല പരാതികളും കൊടുക്കും. എത്ര നല്ല പരാതികൾ ഈ സർക്കാരിൽ ഈ നവകേരള സദസ്സിൽ വന്നിട്ടുണ്ട്. അതൊന്നും ഈ മുഖ്യമന്ത്രിക്ക് നോക്കാനും പിന്നെ ഇതാക്കാനും ഒന്നും അയാൾക്ക് പറ്റിയില്ലേ. അയാൾക്കിപ്പോൾ ഈ ബീവറേജ് ഉണ്ടാക്കാനേ പറ്റിയുള്ളൂ. എന്നിട്ട് അവിടെ കൂടുതൽ കൗണ്ടർ തുറന്നിട്ട് ഇനി കൂടുതൽ കള്ളുകൂടിയന്മാർക്ക് ഉണ്ടാക്കാം. ഇനി എന്താ നമ്മുടെ നാട്ടിൽ കുട്ടിച്ചോരായി പോകാനുള്ളത്? 10-15 വയസ്സായ പിള്ളേർ കഞ്ചാവ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ബാറിൽ കയറി കുടിക്കുന്നു. സ്വന്തം അച്ഛനും അമ്മനെ വിലയില്ലാതെ അവരെ തല്ലിയിട്ടും അടിച്ചിട്ടും ഈ കള്ളുകൂടി കാരണം കുടുംബം ഇല്ലാതാകുന്നു. അതുകൊണ്ട് ആർക്കും നഷ്ടം വരാനില്ല. കള്ളുകുടിയന്മാരുടെ ഇതിനു വേണ്ടി മാത്രം സർക്കാർ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയും നമ്മുടെ കേരളവും എന്താ പറയുക, ഇനി അത് നമ്മുടെ കേരളം അധികം നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം സൊമാലിയ പോലെ ആകും ഇനി. ഓസ്ട്രേലിയ, സൊമാലിയയിലുള്ള ആൾക്കാരൊക്കെ ഈ കഞ്ഞി കിട്ടാണ്ടും ഭക്ഷണം കിട്ടാണ്ടും മണ്ണ് വാരി തിന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ആകും നമ്മുടെ കേരളം. ആര് ഭരിച്ചാലും മനുഷ്യൻ്റെ നന്മയാണ് ചിന്തിക്കേണ്ടത്. മനുഷ്യന്മാരെ എങ്ങനെ നന്നായി ഇരിക്കുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കാനും നമ്മുടെ സ്വയം രക്ഷകൾ നോക്കാനും എല്ലാം നമ്മുടെ സംരക്ഷണത്തിനുമാണ് ഓരോ സർക്കാരിൽ ഓരോ ആൾക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് അവർ നമ്മളെപ്പോലെയുള്ള ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി സർക്കാരുകൾ ഇരിക്കുന്നത്. അവരുടെ കുടുംബം നന്നാകണം, അവരുടെ ആൾക്കാർ നന്നാകണം, അവരിങ്ങനെ ടൂറ് പോകണം, വെളിരാജ്യങ്ങളിൽ പോകണം, അവർ കോട്ടും സൂട്ടും ഇട്ടിട്ട് അവർ നടക്കണം എന്നല്ലാതെ ഏതെങ്കിലും ഒരു പാവങ്ങളിനെ അവർ ഇതാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മരണം. ഇപ്പോൾ വാക്സിൻ എടുത്തു, ഈ വാക്സിൻ എടുത്തവരെല്ലാവരും അറ്റാക്ക് വന്ന് മരിച്ചു പോകണു പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഭരിച്ച ആൾക്കാർ വാക്സിൻ എടുത്തിട്ട് കുറേ ആൾക്കാരിനെ കൊല്ലാൻ വേണ്ടി ഒരു വാക്സിൻ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കേരള സർക്കാർ ചാണിന് ബീവറേജ് തുറന്ന് കള്ളു കുടിച്ചിട്ട് അടുത്ത ആൾക്കാരിനെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള 2 സർക്കാരുകളാണ് കേരളവും ഇന്ത്യയും. ഇതിനെല്ലാം പെണ്ണുങ്ങൾ ഈ ജയിക്കുന്നവരിൻ്റെ പിന്നാലെ കൊടി പിടിക്കാൻ പോവാണ്ട് നമ്മളുടെ കുടുംബത്തിന് വേണ്ടി കൊടി പിടിക്കാൻ നടക്കും. നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷക്കാർ. അതുകൊണ്ട് ബീവറേജുകൾ കൂടുതൽ വേണ്ട എന്നുള്ളത് ഈ സ്ത്രീകളാണ്. അതിന് സ്ത്രീകളും കൂടെ കുടിക്കുകയല്ലേ. ഇപ്പോൾ സ്ത്രീകളാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുടിക്കണമെന്ന് പറയുന്നു. നമുക്കറിയില്ല. എന്തായാലും ഇന്ത്യയൊക്കെ നശിച്ചു പോയി. ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ബൈ.